വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ്, സൗകര്യം എന്ന പേരിൽ നമ്മൾ ഒരുപാട് അസൗകര്യങ്ങളെ ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. ഞങ്ങൾ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്, പക്ഷെ ഉണ്ടായത് അസൗകര്യമാണ്. ആയിപ്പെട്ടതാണ് ഇപ്പൊ എല്ലാ പള്ളികളിലും AC വെച്ചിട്ടുണ്ട്, പക്ഷെ സ്വിച്ച് ഇടൂല. ഉള്ള ഓക്സിജൻ വരാനുള്ള, വായു വരാനുള്ള ഓട്ട AC വെച്ച കാരണത്താൽ അടച്ചിട്ടുണ്ട്. മേലെ ഒരു എയർ ഹോൾ ഉണ്ടാവും. ഈ എയർ ഹോള് AC വെച്ചു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അത് അടച്ചു. എന്നാ പിന്നെ ഈ സാധനം സ്വിച്ച് ഇടണ്ട, അത് സ്വിച്ച് ഇടൂല. അപ്പൊ കറണ്ട് ബില്ല് കൂടുമല്ലോ എന്ന് നമ്മൾ പറയാം. എന്നാ പിന്നെ അതായത് തന്നെ വെക്കേണ്ടിന്നില്ലല്ലോ എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയേ കിട്ടുമല്ലോ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസ. അതൊന്നൊരു ന്യായമല്ല. നല്ല തണുപ്പുള്ള സമയത്ത് സ്വിച്ച് ഇടണ്ട, അത് ഒഴിച്ചാൽ ബാക്കി സ്വിച്ച് ഇടാനുള്ളതാണല്ലോ ആ സാധനം. ഹൗലങ്കാർക്ക് കയറിനോടത്ത് വലിയൊരു ഗേറ്റ് ഉണ്ടാവും, നല്ലൊരു ഗ്രില്ല് വെച്ചിട്ട്. അതിന്റെ പകുതി മേലെ അടിയിലൊരു കുറ്റി ഇട്ടിട്ടുണ്ടാവും, മേലെ ഒരു കുറ്റിന്റെ പുറമെ ഒരു കമ്പിയോണ്ട് കെട്ടും കൂടിയും ചെയ്തിട്ടുണ്ടാവും, ആരും തുറക്കരുത് എന്ന് എഴുതിയിട്ട്. നല്ല വിശാലമായ ബാത്റൂമിന്റെ പകുതിയെ കൂടി ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ആരും ഉപയോഗിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. നല്ലൊരു 5-6 ബാത്റൂം കക്കൂസ് ഉണ്ടാവും, ഒറ്റൊന്നും തുറന്നിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒന്ന് ദൗർഭാഗ്യവശാൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റിയും കുളത്തും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇപ്പൊ ഈ സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള അസൗകര്യങ്ങൾ. നമ്മളൊരു കാര്യം സൗകര്യം ചെയ്യണത് സൗകര്യം തന്നെ ആയിരിക്കണം, അതൊരിക്കലും അസൗകര്യമാവാൻ പാടില്ല. അപ്പോൾ ഈ ഉസ്താദ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലിപ്പോൾ ഒരു കാര്യം, പള്ളികളിലെ ബാത്റൂം അടച്ചിട്ടിരിക്കുകയാണ്. സൗകര്യത്തിന് വേണ്ടിയാണല്ലോ പള്ളികളിലെ ബാത്റൂം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ള സൗകര്യങ്ങൾ മുഴുവനും അസൗകര്യങ്ങളായിട്ടുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് സൗകര്യങ്ങൾ മുഴുവനും അസൗകര്യങ്ങളാക്കാനുള്ള കാരണം? മുമ്പ് സൗകര്യങ്ങൾ തന്നെയായിരുന്നു. നമ്മുടെ പള്ളികളിലൊക്കെ ഇപ്പോൾ ഈ അടുത്ത ഒരു 5-8 വർഷത്തിൻ്റെ ശേഷമാണ് ഇതുപോലെ വരുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി 4-5 ബാത്റൂമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വരുന്ന ആളുകൾക്ക്. പക്ഷേ പിന്നീട് അത് പൂട്ടിയിടേണ്ടി വന്നു ചില പള്ളികളിൽ. അതെന്തുകൊണ്ടാണത്? അതാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. അഥവാ കാരണം ഒരു പള്ളിയിൽ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ അഥവാ പള്ളിയിലൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി ചിലപ്പോൾ ആ പള്ളിയിലെ മുഅദ്ദിനായിരിക്കും, ബാങ്ക് വിളിക്കുന്ന ആൾക്കാർക്കും ക്ലീനിങ്ങിൻ്റെ ഡ്യൂട്ടി ഉണ്ടാവുക. പള്ളി ക്ലീനാക്കുക, പരിസരം ക്ലീനാക്കുക, പിന്നെ അതുപോലെ തന്നെ പള്ളിയുടെ ബാത്റൂം, ഹൗസ് ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ക്ലീനാക്കുക, പിന്നെ മൂത്രപ്പുര സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പള്ളിയിലെ മുഅദ്ദിനായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരാളെ നിശ്ചയിക്കും. അങ്ങനെ പിന്നീടാണ്, അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒരു ബാത്റൂം, ഉസ്താദിന് വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ പിന്നീട് 4-5 അല്ലെങ്കിൽ അതിലും കൂടുതൽ ബാത്റൂം വന്നു. അപ്പോൾ ഇതൊക്കെ ക്ലീനാക്കുന്ന ആളുകൾ സെപ്പറേറ്റ് പിന്നെ അതിനു വേണ്ടി ഒരാളെ വെക്കണം. ഈ വെക്കുന്നയാൾക്ക് ഒരു ഇതുണ്ടാവും, ഡ്യൂട്ടി സമയം ഉണ്ടാവും. അതായത് ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ബാത്റൂം ക്ലീൻ ആക്കണം. അപ്പോൾ ഈ 4-5 ബാത്റൂമും ഈ റോഡ് സൈഡിൽ വലിയ വലിയ ഹൈവേ സൈഡിലൊക്കെ ഉള്ള പള്ളിയാണെന്നുണ്ടെങ്കിൽ പല യാത്രക്കാരും വന്നിട്ട് ഈ ബാത്റൂം ഉപയോഗിക്കും. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും ശരിക്കും ഇത് വൃത്തിയാക്കൂല. ഞാൻ പലപ്പോഴും ഇതുപോലെ പല പള്ളിയിലും ചെന്നിട്ട് നമുക്ക് നമ്മുടെ മുമ്പ് എന്താണ് അത് ഉപയോഗിച്ച ആളായിരിക്കും, ശരിക്കൊന്ന് വെള്ളം പോലും ഒഴിക്കാതെ എഴുന്നേറ്റിട്ട് പോകും. ഈ ബാത്റൂമിലേക്ക് പിന്നെ അടുത്തൊരാൾ വരുന്ന ആൾ അത് കാണുമ്പോൾ അതിലേക്ക് കയറില്ല, പിന്നെ അയാൾ അപ്പുറത്തേക്ക് കയറും. ഏതാണോ ക്ലീനായി കിടക്കുന്നത് അതിലേക്ക് കയറും. ഈ ബാത്റൂം എന്ന് ആരെങ്കിലും ഒരാൾ ക്ലീൻ ആക്കുമോ? ഇല്ല. പിന്നെ അത് ക്ലീനാക്കൽ ആരാണ്? ഈ പള്ളിയിലെ ബാത്റൂം ക്ലീനാക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഇതേ രൂപത്തിൽ എല്ലാ ബാത്റൂമും നമ്മൾ വൃത്തികേടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അത് ക്ലീനാക്കുന്ന ഡ്യൂട്ടി ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം ക്ലീനാക്കിയാൽ പോരാ, ചിലപ്പോൾ ദിവസവും ക്ലീനാക്കേണ്ടി വരും. അങ്ങനെ ദിവസവും ക്ലീനാക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ശമ്പളം നല്ലൊരു സംഖ്യ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഏതൊരു പള്ളിയിൽ ഒരാൾ പറയുന്നത് കേട്ടോ, അവിടെയുള്ള ഉസ്താദ്, അതായത് 10-15 കുട്ടികളെ പഠിപ്പിക്കുന്ന അവിടുത്തെ മുദരിസായിട്ടുള്ള ഉസ്താദിനേക്കാളും ശമ്പളം ആർക്ക് കൊടുക്കണം? ഇത് ക്ലീനാക്കുന്ന ആൾക്ക് കൊടുക്കണം എന്നാണ്. കാരണം 5-6 ബാത്റൂമുണ്ട്, പിന്നെ സെപ്പറേറ്റ് ടോയ്ലറ്റ് വേറെ 5-8 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പള്ളി ക്ലീൻ ചെയ്യണം, അതിൻ്റെ ചുറ്റുഭാഗം ക്ലീൻ ചെയ്യണം, ഹൗസിൻ്റെ ഭാഗം ക്ലീൻ, ഇതൊക്കെ പാടെ ക്ലീൻ ചെയ്ത് ഇയാൾക്ക് ഡെയിലി ഈ ബാത്റൂമും കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ തന്നെ നല്ലൊരു സംഖ്യ കൊടുക്കണം എന്നാണ്. പക്ഷെ അവർക്ക് വരുമാനം ഉണ്ടായിരിക്കും എല്ലാ പള്ളി, കാരണം അവിടെ മക്കുബറയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ പള്ളി ഇതുപോലെ എല്ലാ ദിവസവും ഈ പറയപ്പെട്ട ബാത്റൂം മുഴുവനും ക്ലീനാക്കി നിർത്തുക എന്ന് പറയുമ്പോൾ നല്ലൊരു സാമ്പത്തിക ചിലവ് അതിനുണ്ട്. ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം ക്ലീനാക്കി പോലെ ഡെയിലി ക്ലീനാക്കേണ്ടി വരും. അപ്പോൾ ആഴ്ചയിൽ 1 ദിവസം ക്ലീനാക്കുന്നതും അതുപോലെ തന്നെ ഡെയിലി ക്ലീനാക്കുമ്പോഴും ആ ക്ലീനാക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കേണ്ടി വരും. അതിവിടെ ഇല്ല. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് തോന്നിയതുപോലെ അവർ ഉപയോഗിച്ച് അവർ വൃത്തികേടാക്കി ശരിക്കും വെള്ളം പോലും ഒഴിക്കാതെ അവനവൻ്റെ കാര്യം കഴിച്ചിട്ട് വേഗം പോവുക. അത് ക്ലീനാക്കലും പിന്നെ അത് പള്ളിയിൽ ആളുണ്ടല്ലോ എന്നുള്ള നിലക്ക് അത് ചെയ്യൂല. ഈ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് മിക്ക പള്ളികളിലെയും ബാത്റൂം അടച്ചിടേണ്ടി വന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഇസ്ലാമിലുണ്ട് എന്താണ് ഈ വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനിൻ്റെ
ഒരു ഭാഗമാണ്. അപ്പോൾ ഈ നദാഫത്ത് അത് ഈമാനിൻ്റെ ഭാഗമാണ്. അതാണ് വേണ്ടത്. നിങ്ങൾ ഒരു പള്ളിയിൽ, ഏതെങ്കിലും ഒരു പള്ളിയിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ അവിടുത്തെ ബാത്റൂം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗശേഷം നന്നായിട്ട് നിങ്ങൾ വൃത്തിയാക്കിയിട്ട് ശേഷം വരുന്ന ആളുകൾ അതിലേക്ക് കയറുമ്പോൾ അത് നെറ്റി ചുളിക്കുന്ന അല്ലെങ്കിൽ വൃത്തികേട് എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് നിങ്ങൾ ആക്കിയിട്ടിട്ട് പോകരുത്. നിങ്ങൾക്ക് മാത്രമല്ല അത് ഉപയോഗിക്കാനുള്ളത്, ഇനിയും ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കേണ്ടി വരും എന്നൊക്കെ വയലു പറഞ്ഞു കൊടുക്കേണ്ട ഉസ്താദ് ഇപ്പം എന്താ ചെയ്യുന്നത്? അത് പൂട്ടിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളിയെ അല്ലെങ്കിൽ ആ പള്ളി കമ്മിറ്റി ആൾക്കാരാണ് ഉസ്താദ് പറയുന്നത്. പിന്നെ ഉസ്താദ് പറഞ്ഞ മറ്റൊരു കാര്യം എന്നുള്ളത് പള്ളിയിലെ AC എപ്പോഴും ഇടണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ എപ്പോഴും ഇടേണ്ട കാര്യമില്ല. കാരണം AC വെക്കുന്നത് ആ നാട്ടുകാരായ ആളുകളാണ്. അത് അവരുടെ സൗകര്യത്തിന് വേണ്ടി വെച്ചതാണ്. നാട്ടുകാരുടെ സൗകര്യമാണ് ഒരു പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞത്. ആ നാട്ടുകാർ വെക്കുന്നതാണ്. നാട്ടുകാരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് അവർ AC വെച്ചു. ഇനി അത് എപ്പോൾ ഉപയോഗിക്കണം, എപ്പോൾ ഓൺ ചെയ്യണം എന്നുള്ളത് ആ നാട്ടുകാർ തന്നെ ഉപയോഗിക്കും. അത് തീരുമാനിക്കേണ്ട കാര്യമാണ്. സംഗതി പള്ളിയാണ്, എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ ഈ ഉപയോഗിക്കുന്ന ആളുകൾ, ഉദാഹരണം പറയണ, ഒരിക്കലും AC എപ്പോഴും ഇടണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവില്ല. അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാൻ ഇടാം. ഇപ്പോൾ ജമാഅത്തിൻ്റെ നേരത്ത് മിക്ക പള്ളികളിലും AC ഇടും. ജമാഅത്ത് കഴിഞ്ഞാൽ ഓഫാക്കും. ആ ജമാഅത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് വന്ന് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫാൻ ഉപയോഗിക്കാം. പക്ഷേ ഫാൻ ഇടുന്നതും AC ഇടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു പള്ളിയിൽ കയറി, ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പള്ളിയിൽ കയറി. ആ പള്ളിയിൽ കയറിയിട്ട് എത്ര സമയം ഉണ്ടാവും എൻ്റെ നിസ്കാരം? ഒരു ളുഹർ നിസ്കരിക്കുകയാണെങ്കിൽ മാക്സിമം വന്നാൽ ഒരു 10 മിനിറ്റ് ഞാൻ ആ പള്ളിയിൽ നിസ്കാരം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ ഒതുണ്ടാക്കി പള്ളിയിലേക്ക് വന്നിട്ട് നേരെ AC ഇടണം. AC ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് വർക്കായി വരുന്നതിന് 4-5 മിനിറ്റ് എടുക്കും. ഒരു 3 മിനിറ്റ് മാക്സിമം എന്തായാലും എടുക്കും. പിന്നെ ഏറി വന്നാൽ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എൻ്റെ നിസ്കാരം കഴിയും. അപ്പോൾ ഞാൻ പോകുമ്പോൾ ആ AC ഓഫാക്കും. ഇങ്ങനെ ഒരു ദിവസവും ഇതുപോലെ ആളുകൾ വന്ന് നമ്മൾ ഫാൻ ഇടുന്നത് പോലെ AC ഇട്ടാലും എന്തായിരിക്കും അവസ്ഥ? കറണ്ട് ബില്ലിൻ്റെ ഒരു വിഷയം അത് വരുന്നുണ്ട്. മാത്രമല്ല ACക്ക് ഇത് കംപ്ലയിൻറ്റുമാണ്. അതൊന്ന് മൂവിങ് ആയി വരുമ്പോഴേക്ക് അത് ഓഫാക്കിയിട്ടിട്ട് പോകും. കാരണം നിസ്കാരം കഴിഞ്ഞു, അയാൾക്ക് ആവശ്യം കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും ACയും ഫാനും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാൻ ഇടാം. ഇപ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ കയറുന്ന സമയത്ത് ഒറ്റക്കാണെങ്കിൽ പോലും നമ്മൾ നിസ്കരിക്കാനും ഫാൻ ഇടാറുണ്ട്. ഫാൻ ഇടുന്നു, നമ്മൾ പോരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പള്ളി കമ്മിറ്റിയെ നമ്മൾ ഇതാക്കുന്ന സമയത്ത് ഇതൊക്കെ സൗകര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അസൗകര്യങ്ങളാകാനുള്ള കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആളുകളാണ്. ശരിയായ വിധം അത് ഉപയോഗിക്കാതെ തോന്നിയ രൂപത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് അത് പിന്നീട് കമ്മിറ്റിക്കാർക്ക് ആ സൗകര്യങ്ങളൊക്കെ നിർത്തലാക്കേണ്ടി വന്നു. അതിൻ്റെ കാരണക്കാരാണ് നമ്മൾ തന്നെയാണ്, ഉപയോഗിക്കുന്ന ആളുകൾ.